രാസലഹരിക്ക് അടിമപ്പെടാതെ പുതുതലമുറയെ കായിക ലഹരിയിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ പെരിഞ്ഞനം വെസ്റ്റ് എസ്എൻ സ്മാരകം യുപി സ്കൂളിന് സമീപം പൊതു കളിസ്ഥലം ഒരുങ്ങുന്നു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു പതിറ്റാണ്ട് നീണ്ട സ്വപ്നം കൂടിയാണ് ഈ കളിക്കളത്തിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. പെരിഞ്ഞനം പഞ്ചായത്തിൽ സ്വന്തമായി വിശാലമായ ഒരു കളിസ്ഥലം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇത് യാഥാർത്ഥ്യമാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് പെരിഞ്ഞനം വെസ്റ്റ് എസ്എൻ സ്മാരകം യുപി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്നതിനായി ഇറങ്ങിത്തിരിച്ചത്. പെരിഞ്ഞനം വെസ്റ്റ് എസ്എൻ സ്മാരകം യുപി സ്കൂളിലെ 2014 നടന്ന OSA യോഗത്തിലാണ് ഇത്തരത്തിലൊരു കളിസ്ഥലത്തിൻ്റെ അഭാവത്തെപ്പറ്റി പ്രാഥമികമായിട്ടുള്ള ചർച്ച വന്നത്. തുടർന്ന് ഒട്ടേറെ ശ്രമങ്ങൾ നടത്തിയെങ്കിലും നമുക്കൊരു 10 വർഷം കാത്തിരിക്കേണ്ടി വന്നു ഇത്തരത്തിലുള്ള സംരംഭം സ്കൂളിനായിട്ട് കിട്ടുന്നതിന് വേണ്ടി. അതിനുവേണ്ടി അന്നത്തെ OSA ഇവിടെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ സച്ചിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് തൊട്ട് നിരന്തരമായിട്ടുള്ള ഒരു പരിശ്രമം ഇവിടെ നടത്തിയിരുന്നു. പിന്നെ സ്കൂളിൻ്റെ മാനേജർ സജീവ് സാറും ഇതുപോലെ തന്നെ ഇതിനായിട്ട് മുന്നിട്ടിറങ്ങുകയായിരുന്നു. അവരുടെ കുടുംബം വകയുള്ള 20 സെൻറ്റ് സ്ഥലവും കൂടാതെ 10 ലക്ഷം രൂപയും തുടക്കത്തിൽ തന്നെ ഇതിന് സംഭാവന നൽകിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുകയായിരുന്നു. ഇവിടുത്തെ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയും മറ്റു കാര്യങ്ങളൊന്നും ഇതുപോലെ തന്നെ ഞാൻ വിശദീകരിക്കേണ്ടതില്ല. നമുക്കറിയാം, ഇതൊരു കേരളത്തിന് മാതൃകയാണ്. 2014 തുടങ്ങിയ ശ്രമം ലക്ഷ്യം കണ്ടത് 10 വർഷങ്ങൾക്ക് ശേഷമാണെന്ന് മാത്രം. അതും സ്കൂളിന് സമീപത്ത് തന്നെയുള്ള 1 ഏക്കറോളം വരുന്ന വിശാലമായ സ്ഥലവും. സ്ഥലം വാങ്ങുന്നതിനുള്ള തുക കണ്ടെത്തുക എന്നത് ശ്രമകരമായിരുന്നുവെങ്കിലും ബഹുജന പങ്കാളിത്തത്തോടെ അതും യാഥാർത്ഥ്യമായി. സ്കൂൾ മാനേജ്മെന്റിന്റെ സംഭാവനയായി 17 സെന്റ് സ്ഥലവും 10 ലക്ഷം രൂപയും ആദ്യം ലഭിച്ചു. വളരെ കാലം ഞങ്ങൾ താലോലിച്ചു കൊണ്ടിരുന്ന ഒരു സ്വപ്നം ഞങ്ങൾ സാക്ഷാത്കരിക്കുകയാണ്. കുട്ടികൾക്ക് കളിക്കാൻ, ഇവിടെ പൊതുജനങ്ങൾക്ക് കളിക്കാൻ ഒരു വലിയ കളിയിടം ഞങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. പെരിഞ്ഞനത്തിൻ്റെ മാതൃകാ പുരുഷന്മാർ, കളിസ്ഥലത്തിലെ മാതൃകാ പുരുഷന്മാരായ ആലക്കാരൻ സുരേന്ദ്രനും വലിയപറമ്പിൽ പുരുഷോത്തമനും വലിയപറമ്പിൽ വിജയരാഘവനും പ്രസാദം മാസ്റ്ററുമൊക്കെ കളിച്ച് ഇന്ത്യ മുഴുവൻ പേരെടുത്ത ഈ കളിക്കാരെ നിർമ്മിക്കാൻ വേണ്ടി, പുതിയ കുട്ടികളിലൂടെ പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. അത് വിജയത്തിലേക്ക് എത്തും എന്നുള്ളത് ഞങ്ങൾക്ക് സംശയമില്ല. തുടർന്ന് വ്യാപാരി വ്യവസായികൾ, പ്രവാസികൾ തുടങ്ങിയവരിൽ നിന്നായി സ്വരൂപിച്ച തുക ഉപയോഗിച്ച് ബാക്കി സ്ഥലവും സ്വന്തമാക്കി. വോളിബോളിന്റെ ഈറ്റിലം എന്നറിയപ്പെടുന്ന മണപ്പുറത്ത് നിരവധി ടൂർണമെന്റുകൾ നടത്തിയിട്ടുള്ള ജീവൻ സ്പോർട്സ് ക്ലബിന്റെ കീഴിലാണ് ഈ കളിസ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത്. 500ഓളം വരുന്ന ഞങ്ങളുടെ കുട്ടികൾക്ക് കളിക്കാനൊരു കളിയിടമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾ വളരെയധികം അനുഭവിക്കുന്നുണ്ട്. ഞങ്ങളുടെ മാനേജർ ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ ആവശ്യപ്പെടുകയും അതനുസരിച്ച് ഞങ്ങൾ 2014 സ്കൂളിൻ്റെ 90ാം വാർഷികത്തിനാണ് ഞങ്ങളിങ്ങനെ ഒരു കളിസ്ഥലം വാങ്ങുന്നതിനെക്കുറിച്ച് എല്ലാവരും ആലോചിച്ചത്. ഞങ്ങളുടെ OSA സെക്രട്ടറി ശ്രീ KK സച്ചിത്തും SDC പ്രവർത്തകരും എല്ലാവരും കൂടി മുൻകൈയെടുത്തുകൊണ്ട് ഞങ്ങളുടെ ഈ ആവശ്യം നിറവേറ്റുവാനായിട്ട് മുൻകൈയെടുത്തുകൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് ഒരു കളിസ്ഥലം ഒരുക്കുവാനായിട്ട് സാധിച്ചത്. മയക്കുമരുന്നിലേക്ക് കുട്ടികൾ അടിമപ്പെടാതെ കളിസ്ഥലങ്ങളിൽ അവരുടെ ഊർജം ഉപയോഗിക്കുകയും കായികശേഷി വർദ്ധിപ്പിക്കുകയും ഒപ്പം ഭാവി കായിക താരങ്ങളെ വാർത്തെടുക്കാനും ഉതകുന്ന തരത്തിൽ കയ്പമംഗലം മണ്ഡലത്തിലെ തന്നെ ആധുനിക സംവിധാനങ്ങളോടെ മികച്ച ഒരു കളിസ്ഥലം ഒരുക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ക്ലബ്ബ് ഭാരവാഹിയും മുൻ പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റുമായ KK സച്ചിത്ത് പറഞ്ഞു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ 15ാം വാർഡിൽ SN സ്മാരകം UP സ്കൂളിനോട് ചേർന്ന് 81 സെൻറ്റ് സ്ഥലം പണം കൊടുത്ത് വാങ്ങുകയും അത് പകൽ സമയങ്ങളിൽ, പ്രവൃത്തി ദിവസങ്ങളിൽ സ്കൂളിലെ കുട്ടികൾക്കായും അല്ലാത്ത സമയങ്ങളിൽ പൊതുജനങ്ങൾക്കായി ഒരു കളിസ്ഥലമാണ് ഈ പെരിഞ്ഞനം പഞ്ചായത്തിൽ ആദ്യമായി ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളും ഇവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ വ്യവസായികളും എല്ലാവരും ചേർന്ന് ആണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. വെറും 3 മാസം കൊണ്ട് 65,000 രൂപ ഒരു സെൻറ്റിന് വില വരുന്ന ഈ ഭൂമി വെറും 3 മാസം കൊണ്ട് ജനങ്ങളുടെ സഹായത്തോടു കൂടി നമുക്ക് പൊതുജനങ്ങൾക്കുള്ള കളിയിടമാക്കി മാറ്റാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. നമ്മുടെ യുവതലമുറ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണം കളിയിടങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്. കുട്ടികളെ കളിയിടങ്ങളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് കളിയാണ് ലഹരി എന്ന് കാണിക്കാനായിട്ടുള്ള ആവശ്യമായുള്ള ഭൂമി നമുക്ക് ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്.
ആയതുകൊണ്ട് ഈ കളിയിടത്തിലൂടെ പുതിയ തലമുറയ്ക്ക് കായിക ലഹരിയിലൂടെ അവരുടെ കായിക പ്രതിഭകൾ വളർത്തിയെടുക്കാനും സമൂഹത്തിന് ഏറ്റവും മികച്ച ഒരു പൗരനെ വളർത്തിയെടുക്കാൻ വേണ്ടി കഴിയും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ജീവൻ സ്പോർട്സ് ക്ലബിൻ്റെ നാമധേയത്തിൽ ഈ ഭൂമി 22-ാം തീയതി രജിസ്റ്റർ ചെയ്ത് പൊതുസമൂഹത്തിന് ഏൽപ്പിക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗമായി 28-ാം തീയതി രാവിലെ 10 മണിക്ക് ഈ സ്മാരക സ്കൂളിലെ 500ഓളം വരുന്ന കുട്ടികളെ ആദ്യമായി ഞങ്ങളിങ്ങോട്ട് പ്രവേശിപ്പിക്കുകയാണ്. ഈ 500ഓളം കുട്ടികൾ ഈ മണ്ണെടുത്തുകൊണ്ട് ഈ പുതിയ ഭൂമിയിൽ ഞങ്ങൾ കളിച്ചു വളരും. അതാണ് ഞങ്ങളുടെ ലഹരി. സ്കൂൾ സമയങ്ങളിൽ കുട്ടികൾക്കും മറ്റു സമയങ്ങളിൽ പൊതുജനങ്ങൾക്കും കളിസ്ഥലം തുറന്നുകൊടുക്കും. 28-ന് വെള്ളിയാഴ്ച നടക്കുന്ന ലളിതമായ ചടങ്ങിൽ സ്കൂളിലെ 500-ലധികം വരുന്ന വിദ്യാർത്ഥികൾ കളിസ്ഥലത്തെ ഒരു പിടി മണ്ണ് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുക്കുന്നതോടെ പെരിഞ്ഞനത്തിന്റെ കായിക വളർച്ചയുടെ പുതിയൊരു അധ്യായത്തിനും തുടക്കമാകും. ആഘോഷങ്ങൾക്കിനി രാജകീയ വേദി സമ്മാനിക്കാൻ SK പാലസ്, ദ ലക്ഷൂറിയസ് കൺവെൻഷൻ സെന്റർ വെൽക്കംസ് യു. ലോകോത്തര സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ. അതിമനോഹരമായ AC, non-AC ബാങ്കറ്റ് ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു. അതിഥികൾക്ക് സ്നേഹവിരുന്നൊരുക്കാൻ 16,000 സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ. കൂടാതെ വൈഡ് സ്റ്റേജസ്, സ്പേഷ്യസ് കിച്ചൺ, ബ്യൂട്ടിഫുൾ ലൗഞ്ച്, ലിഫ്റ്റ് ഫെസിലിറ്റി, കിഡ്സ് പ്ലേ സോൺ, ആംബിൾ കാർ പാർക്കിംഗ്, മോർ ആൻഡ് മോർ. First and best option for wedding, receptions, engagement, birthday party, all get together തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണപ്പൊലിമയേകാൻ SK പാലസ് ഒപ്പമുണ്ട്. വരൂ, ആഘോഷങ്ങൾ നമുക്കിവിടെ നിന്നും തുടങ്ങാം. SK പാലസ് കൺവെൻഷൻ സെന്റർ, എടത്തിരുത്തി സൗത്ത്, തൃശൂർ. www.skpalace.in. You're watching True Line News.